ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC ഉദ്യോഗാർത്ഥികളുടെ കുറേ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ് SSC പരീക്ഷകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൊണ്ടുവരണമെന്ന് അല്ലേ. കാരണം വെയിറ്റ് ലിസ്റ്റ് കൊണ്ടുവരാൻ നമുക്കറിയാം, ഓൾറെഡി ഒരു പരീക്ഷ ക്ലിയർ ചെയ്ത് ഉദാഹരണത്തിന് പറയുന്നത് 2024 പരീക്ഷ ക്ലിയർ ചെയ്ത കുറേ പേരുണ്ടാവും. ഇനി 2025 വരാൻ നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ അവരും അവരുടെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരും പരീക്ഷ എഴുതുന്നത്. കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോസ്റ്റിനേക്കാളും നല്ല പോസ്റ്റ്, പക്ഷേ അവർക്ക് ഇപ്രാവശ്യം പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോസ്റ്റിനേക്കാളും താഴെയുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർ ഫൈനൽ റിസ്റ്റിന് ശേഷം അവർക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യില്ല, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോയില്ല. അല്ലെങ്കിൽ കുറേ ആളുകൾ CHSL, CGL, MTS എല്ലാം ക്ലിയർ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ CGL മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ, CHSL, MTS എന്ത് ചെയ്യില്ല, പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ പോസ്റ്റുകൾ സാധാരണഗതിയിൽ SSC ചെയ്യാറുള്ളത് തൊട്ടടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും, കൊടുക്കും. 2026 പരീക്ഷയിലായിരിക്കും ഇനി വേക്കൻസി റിപ്പോർട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന പരീക്ഷ എഴുതിയ ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരും ഈ പരീക്ഷ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ SSCയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ CGL പരീക്ഷ എന്ന് പറഞ്ഞാൽ ലെവൽ 4 മുതൽ ലെവൽ 7 വരെയുള്ള പല സാലറി വൈസ് ഉള്ള പോസ്റ്റുകളാണ് ലെവൽ 4 മുതൽ ലെവൽ 7 വരെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ലെവൽ 4 ആളും ലെവൽ 7 ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. പക്ഷേ വെയിറ്റ് ലിസ്റ്റ് കൊണ്ടുവന്നാൽ പ്രശ്നം വെച്ചാൽ ഈ ലെവൽ 7 പോസ്റ്റ് കിട്ടി ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ആ പോസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ബാക്കിൽ നിൽക്കുന്ന ആളായിരിക്കും പിന്നെ ലെവൽ 7 പോകുന്നത്. അതായത് ഇവനെക്കാളും റാങ്ക് കൂടിയ ആളുകൾക്ക് ലെവൽ 4 കിട്ടുമ്പോൾ റാങ്ക് കുറഞ്ഞ ആൾ കിട്ടുന്ന ലെവൽ 7. PSCയിലൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല. കാരണം PSC നമുക്കറിയാം ഒറ്റ പരീക്ഷക്കാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ KS ഇതുപോലത്തെ ഒറ്റ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് പരീക്ഷകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സപ്ലിമെന്റ് ലിസ്റ്റ് കുഴപ്പമില്ല. ഇനി ബാക്കിലുള്ള ഒരാൾ കയറിയാലും ഇയാൾക്കും ഓൾറെഡി റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് എല്ലാം കിട്ടാൻ പോകുന്ന സെയിം പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം SSCയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് SSC വെയിറ്റിംഗ് ലിസ്റ്റിന് പകരമായിട്ട് പുതിയൊരു സംഭവം കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെയാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന്. സബ്ജക്ട് ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ലൈഡിംഗ് മെക്കാനിസം ഫോർ ക്വാളിഫൈങ്. ഒരു സ്ലൈഡിംഗ് മെക്കാനിസം സംഭവം കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ, ഈ സാധനം തന്നെ, അതായത് ഈ മെക്കാനിക്സിലൂടെ കുട്ടികളുടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് മൂന്നാമത്തെ പാരഗ്രാഫ് മുതലാണ് പറയുന്നത്. അണ്ടർ ദ പ്രൊപ്പോസ്ഡ് മെക്കാനിസം the first round of tentative allocation will be made on the basis of the options submitted by the candidates as per the current practice. ഇപ്പോൾ എന്താണ് പോകുന്നത് അതുപോലെ തന്നെ പോകും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഡിഫറൻസ് കൊടുക്കുന്നു, പോസ്റ്റ് ഡിഫറൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതുവരെ ഇവിടെയുള്ള പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ പിന്നെ നടക്കാൻ പോകുന്നത് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദ ടെൻറ്റേറ്റീവ് അലോക്കേഷൻ. ഇപ്പോൾ അലോക്കേഷൻ അവർ കൺഫേം ചെയ്യാൻ വേണ്ടി ദ കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു വിസിറ്റ് ദ റീജിയണൽ ഡയറക്ടർ ഓഫീസ് SSC ആൻഡ് കംപ്ലീറ്റ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ടു ആധാർ ഓതന്റിക്കേഷൻ. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം SSCൻ്റെ റീജിയണൽ ഓഫീസ്, നമുക്കറിയാം പല റീജിയണൽ ഓഫീസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ റീജിയണൽ ഓഫീസ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരാണ്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ബാംഗ്ലൂർ പോകണം. അവർ പറയുന്ന ഒരു ഡേറ്റിൽ ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം. അതായത് എനിക്ക് ഈ പോസ്റ്റ് വേണം, വേണ്ട, അല്ലെങ്കിൽ പോകാതിരിക്കാം. ഈ 3 കാറ്റഗറി, ഒന്നെങ്കിൽ പോയിട്ട് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ 3 ഓപ്ഷൻ. അത് ഞാൻ ബാക്കി പറയാം കേട്ടോ. അതായത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു കൺഫർമേഷൻ കൊടുക്കണം എന്നാണ് SSC പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, അതിന് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ഐഡന്റിറ്റി 4 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് 4 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റേജ് ആണ് കേട്ടോ. അതായത് ഈ റീജിയണൽ ഓഫീസിൽ പോയിട്ട് കൺഫർമേഷൻ കൊടുക്കുന്ന സ്റ്റേജിനെ 4 എന്ന് പറയാം. അപ്പോൾ ഈ ബ്രാക്കറ്റ് വായിക്കും, അങ്ങനെ വായിക്കുക. അറ്റ് ദ 4th സ്റ്റേജ് ദ കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു എക്സസ് എയ്തർ ഫിക്സ് ഓർ ഫ്ലോട്ട് ഓപ്ഷൻ. 2 ഓപ്ഷൻ ആണത്, ഒന്നെങ്കിൽ ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട്. ഇതെന്താണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ പോസ്റ്റിൽ നിങ്ങൾ സംതൃപ്തരാണ്, നിങ്ങൾക്ക് അത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്സ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇത് നിങ്ങൾ ആധാർ ബയോമെട്രിക് ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്, വേറെ ആർക്കും പോയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്തിട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫിക്സ് ആണെങ്കിൽ ഫിക്സ് എന്ന് കൊടുക്കുക. അതായത് നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ പോസ്റ്റ്, ഉദാഹരണത്തിന് GST ഇൻസ്പെക്ടറാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അത് മതി, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ് കിട്ടിയതെങ്കിൽ അത് മതിയെങ്കിൽ ഫിക്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാറില്ല. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഓപ്ഷനാണ്. ഫ്ലോട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ താഴെ നിങ്ങൾ ഉദ്ദേശിച്ച പോസ്റ്റിംഗ് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ ഹയർ പോസ്റ്റ് ഡിഫറൻസ് മുകളിൽ വേറെയും കുറേ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ റാങ്ക് ബാക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കാം. ഈ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ ആബ്സെൻ്റ് ആയിരിക്കും, ചില കുട്ടികൾ ഫിക്സും കൊടുക്കില്ല, ഫ്ലോട്ടും കൊടുക്കില്ല. കാരണം അവർക്ക് ഇത് ഈ പോസ്റ്റ് ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ വിചാരിച്ച പോസ്റ്റിന് താഴെയുള്ള പോസ്റ്റ് കിട്ടിയതുകൊണ്ട് അവരിത് പോകില്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യാണ്, അവിടെ പോകുമ്പോൾ അവരത് ആബ്സെൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ആബ്സെൻ്റ് ആയിട്ട് കാണിക്കുമ്പോൾ അവരുടെ പോസ്റ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആബ്സെൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അവരുടെ പ്രൊഫൻസ് അവിടെ ഉണ്ടെങ്കിൽ കേട്ടോ, എല്ലാവർക്കും അപ്ഡേറ്റ് ആവും എന്നല്ല പറയുന്നത്. ഫ്ലോട്ട് കൊടുത്താൽ ഇങ്ങനെ ഓപ്ഷൻ അവർക്കുണ്ട്. ചിലപ്പോൾ ഫ്ലോട്ട് കൊടുത്താൽ പഴയ പോസ്റ്റിനെ നിന്നു വരാം. കാരണം ഇവരുടെ ഹയർ പ്രൊഫൻസിന് വേറെ ആളുകൾ ചിലപ്പോൾ ആബ്സെൻ്റ് പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടും. അതായത് മാക്സിമം പോസ്റ്റുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഫ്ലോട്ട് ഓപ്ഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പോസ്റ്റിലോട്ട് എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഹയർ പ്രൊഫൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിലൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ അപ്ഗ്രേഡ് ചെയ്ത ഫ്ലോട്ടിൽ നിൽക്കുന്ന ആളുകൾ വേക്കൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ചിലപ്പോൾ അതിൽ പ്രത്യേകത്തിൽ പറയുന്നില്ല, ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ കയറാത്ത ആളുകളുണ്ടാവും. ബാക്കിൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ കയറാത്ത ആളുകളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലോട്ട് ഓപ്ഷനിലെ ആളുകൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന ആ വേക്കൻസിയിലോട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ബാക്കിലുള്ള ആൾ കയറാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടോ. ദ ഫ്ലോട്ട് ഓപ്ഷൻ വിൽ ബി ഇൻഡിക്കേറ്റ് വില്ലിംഗ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഓഫ് സ്ലൈഡ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഇനിയോ
SSC will identify vacancies arising due to 4 absentees and conduct a single sliding round of allocation for float. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഈ ഫ്ലോട്ട് ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്ത ആളുകൾക്ക് ഈ പറഞ്ഞ ആബ്സെന്റിലോട്ട് എന്ത് ചെയ്യും, അവരുടെ മെറിറ്റ് കം പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും അങ്ങോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് അപ്ഡേറ്റഡ് ഫൈനൽ റിസൾട്ട് വിത്ത് റിവൈസ്ഡ് പോസ്റ്റ് അലോക്കേഷൻ വിൽ ബി ഇഷ്യൂഡ് ആൻഡ് ഈ ഡോസിയേഴ്സ് വിൽ ബി ഫോർവേഡ് ടു ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അപ്പോയിന്റ്മെന്റ് ഫോർമാറ്റ്. സാധാരണഗതിയിൽ SSC ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റാണ് എന്ത് ചെയ്യുക, യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഫൈനൽ ഡോസിയർ എല്ലാം കൈമാറുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴല്ല കൈമാറുക, ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞൊരു 10 ദിവസത്തെ സമയം, ഒരു ഏകദേശം ഒരു 10 ദിവസം കൊടുക്കുന്ന പറയുന്നത്. ഈ 10 ദിവസം കൊണ്ട് നമ്മളവിടെ പോയിട്ട് ഫിക്സ് ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്ത് രണ്ടാമത് വരുന്ന ഫൈനൽ റിസൾട്ട് വെച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് എന്ത് ചെയ്യുക, SSC യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി മുതൽ എല്ലാവരും റീജിയണൽ ഓഫീസായിട്ടുള്ള, ഇനിയിപ്പോൾ കേരളത്തിലെ റീജിയണൽ ഓഫീസ് തുറക്കുമെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഉള്ള റീജിയണൽ ഓഫീസാണ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരോട് നമ്മൾ പോകേണ്ടത്. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വേണ്ടി ബാംഗ്ലൂർ പോയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്താക്കിയത്, യൂസർ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റാണ് കിട്ടിയത് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റിയത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് രണ്ടാമത് പറയുന്ന ഈ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും കൈമാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പറയുന്നതാ, ദ ഫൈനൽ റിസൾട്ട് പ്രിപ്പയറിംഗ് ടേക്കിൻ ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദ ടോട്ടൽ നോട്ടിഫൈഡ് വേക്കൻസീസ് അൺഫിൽഡ് വേക്കൻസീസ് ഡ്യൂ ടു ആബ്സെൻസ്. ഓക്കെ, ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏത് പോസ്റ്റാണോ കിട്ടിയത് അത് നമ്മൾ ബൈൻഡിങ് ആയിരിക്കും. നമുക്ക് പിന്നെ അത് മാറ്റാനോ ഇതെന്താ ഓപ്ഷൻ. നമുക്ക് ഫസ്റ്റ് കിട്ടിയ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയത് മതി എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ആക്കി വെക്കണം. കാരണം ഫിക്സ് ആക്കാൻ നമ്മൾ ഫ്ലോട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ഓപ്ഷൻ നമ്മൾ വേറൊരു ഓപ്ഷനിലോട്ട് മാറി എനിക്ക് പഴയ തന്നെ മതി എന്ന് പറയാനുള്ള ഓപ്ഷൻ എന്തില്ല, ഇല്ല. ഏതാണോ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് നമ്മളിൽ ബൈൻഡിങ് ആണ്. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ജോയിൻ ചെയ്തേക്കുക എന്നാണ് SSC പറയുന്നത് കേട്ടോ. കാൻഡിഡേറ്റ്സ് opting for fixed option shall not be eligible for any upgradation. അതുപോലെ തന്നെ ഫിക്സ് ഓപ്ഷൻ കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇൻ കേസ് ഓഫ് നോൺ ജോയിനിങ് ദ പോസ്റ്റ് ഷാൾ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ്. ഇനി ഫിക്സ് ആക്കിയ ഒരാൾ ഫിക്സ് ആക്കി അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു, ആ ആൾ പരീക്ഷയ്ക്ക് ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോയിട്ടില്ലെങ്കിൽ ആ പോസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള പോലെ തന്നെ തൊട്ടടുത്ത പരീക്ഷയ്ക്ക് തൊട്ടടുത്ത റിക്രൂട്ട്മെന്റ് സൈക്കിൾ, അപ്പോൾ 2025 അങ്ങനെയാണെങ്കിൽ 2026 സൈക്കിളിലോട്ട് എന്ത് ചെയ്യും, ആ പോസ്റ്റ് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. കാൻഡിഡേറ്റ്സ് ഓപ്റ്റിംഗ് ഫോർ ഫ്ലോട്ട് ഓപ്ഷൻ ഷാൾ ബി കൺസിഡേർഡ് ഫോർ അപ്ഗ്രേഡേഷൻ. അതായത് ഈ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കുന്ന ആൾക്ക് മാത്രമേ അപ്ഗ്രേഡേഷൻ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇഫ് അപ്ഗ്രേഡഡ് മസ്റ്റ് ജോയിൻ ദ ന്യൂലി അലോക്കേറ്റഡ്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ പോസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫെയിലർ ടു ഡു സോ ഷാൾ റിസൾട്ട് ഇൻ ഫോർഫീച്ചർ ഓഫ് ദ പ്രീവിയസ്ലി അൺനോൺ. അങ്ങനെ പോകാത്ത ഒരാൾക്ക് പഴയതും പുതിയതും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയോ എ ലിമിറ്റഡ് വിൻഡോ ഓഫ് അപ്രോക്സിമേറ്റ്ലി 10 days ഷാൾ ബി ഗിവൻ ടു ഓൾ കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ ഡ്യൂറിംഗ് വിച്ച് ദേ വിൽ ബി റിക്വയർഡ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. റിസൾട്ട് വന്ന് ഏകദേശം ഒരു 10 ദിവസം സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ നമ്മൾ റീജിയണൽ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഫിക്സ് ഫ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഇൻ കേസ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പോകാതിരുന്നാൽ മതി. പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അധികം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. പോകാതിരുന്നാൽ മതി. പോകാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഫിക്സോ ഫ്ലോട്ടോ രണ്ടും കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ കണക്കാക്കും. ആ പോസ്റ്റിലോട്ട് ഈ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആളുകൾ മുന്നിലോട്ട് പോകുന്ന പറയും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത ഫ്ലോട്ട് ചെയ്ത ആളുകളുടെ വേക്കൻസിയിലോട്ട് ബാക്കിലുള്ള ആളുകൾ കയറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇനബിലിറ്റി ടു അപ്പിയർ ഇൻ ദ ഫോർ വിത്തിൻ ദ ഗിവൺ വിൻഡോ വിൽ റിസൾട്ട് ഇൻ ദ റെൻഡറിംഗ് കാൻഡിഡേറ്റ് ആബ്സെന്റ്. വരാത്ത ആളുകളുടെ ആബ്സെന്റ് ആയിട്ട് കാണിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. സ്ലൈഡിംഗ് മെക്കാനിസം ഈസ് എ കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ് SSC ടു ഓപ്സിമൈ ഫില്ലിംഗ്. മാക്സിമം വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നത്. കമ്മീഷൻ വിൽ പബ്ലിഷ് എ ഡീറ്റെയിൽഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓൺ ദിസ് മാറ്റർ ഇൻ ഡ്യൂ കോഴ്സ്. അതായത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SSC പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കാര്യം. സംഭവത്തിലുള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ റീജിയണൽ ഓഫീസിൽ പോകുക. ഡൽഹിയിലൊന്നും പോകണ്ട കേട്ടോ, റീജിയണൽ ഓഫീസിൽ പോകുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ പോകണം, വേറെ ആരും പോയിട്ട് കാര്യമില്ല. പോയിട്ട് എന്ത് ചെയ്യുക, ഫിക്സ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കിട്ടിയ പോസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഫിക്സ് കൊടുക്കുക, പിന്നെ അത് മാറാൻ പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും നമുക്ക് ആ പോസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ വേക്കൻസി നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ട ഹയർ പ്രിഫറൻസ് വേക്കൻസി വരികയാണെങ്കിൽ നമ്മൾ അതിന് റാങ്ക് ലിസ്റ്റ് നമ്മൾ മെറിറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം മാറണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് വേണ്ട പോസ്റ്റുകളും നമ്മുടെ മെറിറ്റ് അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നിലോട്ട് മാറാൻ പറ്റും. ഇനി മൂന്നാമത്തെ കേസ്, ഇതിന് പോകാതിരിക്കുന്ന ആളുകളാണ്. പോകാതിരിക്കുന്ന ആളുകൾക്ക് ഒരു പോസ്റ്റ് ഉണ്ടാവില്ല, അവർ ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കും. അവർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ആ പോസ്റ്റ് ഉണ്ടാവില്ല. ആ പോസ്റ്റിലോട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകൾ കയറി വരും. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം SSCയിൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഒരു പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല പരിപാടിയാണ്. മാക്സിമം നല്ലതെന്ന് വെച്ചാൽ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് നല്ലതാണ്. കാരണം പല ആളുകളും ഒരുപാട് പോസ്റ്റ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്, അടുത്ത പരീക്ഷയിലോട്ട് പോകുന്നത്, അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ത് ചെയ്യും, പരമാവധി ഈ ഒരു പോസ്റ്റിലാണ് കയറാൻ പറ്റും. പക്ഷേ അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഈ പോസ്റ്റുകൾ വരാത്തതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വേക്കൻസി കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ വേക്കൻ്റായി വരുന്ന വേക്കൻസി അടുത്ത വർഷത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അത് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഒരു വേക്കൻസി ചിലപ്പോൾ തൊട്ടടുത്ത പരീക്ഷകളിൽ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു എന്ന് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തായാലും വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാക്സിമം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷങ്ങളിൽ തന്നെ കയറി പോകാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം പല ആളുകളും, നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല. പല ആളുകളും എന്ത് ചെയ്യും, കുട്ടികൾക്ക് നിങ്ങൾ ഇതിന് എല്ലാ പരീക്ഷ എഴുതുന്നു, എല്ലാ പരീക്ഷയും ക്വാളിഫൈ, എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കുകയുള്ളൂ. അവനവൻ്റെ കാര്യം സേഫ് ആക്കിയിട്ട് ബാക്കിയുള്ളവൻ്റെ കാര്യം നോക്കാൻ പോകും. അപ്പോൾ CGL, CHL, MTS ഒക്കെ പരീക്ഷ പഠിക്കുന്ന ആളുകൾ എഴുതും, അവരെല്ലാ പരീക്ഷയും ക്ലിയർ ചെയ്യും.
കാരണം ആദ്യം MTS പരീക്ഷ ഈ വർഷം മുതലാണ് പിന്നെ ഈ ഓർഡറിംഗിൽ നടക്കാൻ തുടങ്ങിയത്. ആദ്യം CGL പിന്നെ CHL MTS. അതിന് മുമ്പത്തെ വർഷം മിക്സ് ആയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ MTS പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടായിരിക്കും CGL ഒക്കെ വരുന്നത്. അപ്പോൾ ആരും അങ്ങനെ CGL എന്താ MTS കൊടുക്കാതില്ല. MTS കൊടുക്കും, ചിലപ്പോൾ അവർ MTS ഉം CHL ഉം CGL ഒക്കെ ക്വാളിഫൈ ആവും. അത് അവരുടെ പ്രശ്നമല്ല. ചില ആൾ വെറുതെ എഴുതാറുണ്ട് ഇതിന് റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി, ഓൾറെഡി വേണ്ട പോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, വെറുതെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ പേര് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ പോസ്റ്റിനേക്കാളും ഒരു ലോവർ ലെവലുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ റീജിയണൽ ഓഫീസിൽ പോയിട്ട് ഫിക്സോ ഫ്ലോട്ടോ 2 ഓപ്ഷനും ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കുക, പക്ഷേ ഫിക്സ് ഓപ്ഷൻ എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക കേട്ടോ. അല്ല സോറി, നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഓൾറെഡി ലെവൽ 7 പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക. നിങ്ങൾക്ക് അതിന് താഴെയുള്ള പോസ്റ്റാണ് കിട്ടിയെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോട്ട് ഓപ്ഷന് വേണ്ടി കൊടുക്കുക. വെറുതെ ഒരാളുടെ വേക്കൻസി കളയാതിരിക്കുക കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ CGL പരീക്ഷയാണ് ഫസ്റ്റ് നടക്കുന്നത്. CGL കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ CHS പരീക്ഷ പോയിട്ട് എഴുതാതിരിക്കുക, MTS പരീക്ഷയും പോയിട്ട്. അതുകൊണ്ടാണ് SSC ആ ഒരു ഓർഡറിൽ പരീക്ഷ നടത്തുന്നത്. CGL നിങ്ങൾക്ക് വേണ്ട ഒരു പോസ്റ്റ് കിട്ടി, വേണ്ട പോസ്റ്റ് അല്ല, CGL ഏത് പോസ്റ്റ് കിട്ടിയാലും അത് CHS MTS മുകളിലുള്ള പോസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ CGL കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ കുറേ റാങ്ക് ലിസ്റ്റിൽ കയറി നാട്ടുകാരെ പറയാൻ വേണ്ടിയിട്ട് വെറുതെ CHS MTS ബാക്കിയുള്ള പരീക്ഷകളും പോയി എഴുതാതെ ഇരിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. SSC ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് പല കാര്യങ്ങളും പ്രശ്നങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അത് നല്ലതിനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാത്രം എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വർഷത്തെ CHL Tier 2 പരീക്ഷ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ MTS മാർക്കൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. CHL Tier 2 ആണ്, അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.